Okay, dear students, ഇപ്പോൾ നമ്മൾ പി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്നുള്ള ചാപ്റ്ററിൽ ഗ്രൂപ്പ് 15 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നൈട്രജൻ ഫാമിലി. അതിൽ നൈട്രജൻ എന്നുള്ള ഭാഗം വരെ നമ്മളത് കഴിഞ്ഞു. നൈട്രജൻ, അതുമായി ബന്ധപ്പെട്ട കോമ്പൗണ്ടുകൾ ഒക്കെ ഡിസ്കഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഫോസ്ഫറസിനെ പറ്റിയാണ്. നൈട്രജൻ കഴിഞ്ഞാൽ തൊട്ടടുത്ത എലമെൻ്റാണ് ഫോസ്ഫറസ്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് ഫോസ്ഫറസിൻ്റെ അല്ലോട്രോപ്സ് ഏതൊക്കെയാണ്. വാട്ട് ആർ ദ അല്ലോട്രോപ്സ് ഓഫ് ഫോസ്ഫറസ്? അല്ലോട്രോപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫറൻറ്റ് ഫോംസിനെയാണ് നമ്മൾ അല്ലോട്രോപ്സ് എന്ന് വിളിക്കുക. സെയിം കെമിക്കൽ എൻറ്റിറ്റി ബട്ട് ഡിഫറൻറ്റ് ഫോംസ്. ഒരേ കെമിക്കൽ എൻറ്റിറ്റിയാണ്, ഒരേ കെമിക്കൽ കോമ്പൗണ്ടാണ്, വ്യത്യസ്ത ഫോമുകൾ ഉണ്ടാകാം. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? അല്ലോട്രോപ്സ്. ഏതൊക്കെയാണ് ഫോസ്ഫറസിൻ്റെ അല്ലോട്രോപ്പുകൾ? ഫോസ്ഫറസിന് പ്രധാനമായിട്ടും 3 അല്ലോട്രോപ്സ് ആണുള്ളത്. ഒന്ന് വൈറ്റ് ഫോസ്ഫറസ്, വൈറ്റ് ഫോസ്ഫറസ്, റെഡ് ഫോസ്ഫറസ്, ആൻഡ് ബ്ലാക്ക് ഫോസ്ഫറസ്. ഫോസ്ഫറസിൻ്റെ 3 അല്ലോട്രോപ്സ് ഏതൊക്കെയാണ്? വൈറ്റ് ഫോസ്ഫറസ്, റെഡ് ഫോസ്ഫറസ് ആൻഡ് ബ്ലാക്ക് ഫോസ്ഫറസ്. അപ്പോൾ നമുക്ക് ആദ്യം വൈറ്റ് ഫോസ്ഫറസിനെ പറ്റി നോക്കാം. വൈറ്റ് ഫോസ്ഫറസ്. വൈറ്റ് ഫോസ്ഫറസിൻ്റെ പ്രത്യേകത, ഇറ്റ് ഈസ് എ ട്രാൻസ്ലൂസൻറ്റ് വൈറ്റ് വാക്സി സോളിഡ്. ട്രാൻസ്ലൂസൻറ്റ് എന്ന് പറഞ്ഞാൽ സെമി ട്രാൻസ്പെറൻറ്റ് എന്നുള്ളതാണ്. സെമി ട്രാൻസ്പെറൻറ്റ്, നേരിട്ട് അപ്പുറത്തേക്ക് കാണൂല, അതാണ് സെമി ട്രാൻസ്പെറൻറ്റ് എന്ന് പറഞ്ഞാൽ, ഫുള്ളായിട്ട് കാണൂല. അപ്പോൾ ഒരു ട്രാൻസ്ലൂസൻറ്റ് വൈറ്റ് വാക്സി സോളിഡാണ് ഏത്? വൈറ്റ് ഫോസ്ഫറസ്. എ ട്രാൻസ്ലൂസൻറ്റ് വൈറ്റ് വാക്സി സോളിഡ്, വാക്സി സോളിഡ്. പിന്നെ ഇറ്റ് ഈസ് പോയ്സണസ്. വൈറ്റ് ഫോസ്ഫറസ് പോയ്സണസ് ആണ്. പിന്നെ വൈറ്റ് ഫോസ്ഫറസിൻ്റെ പ്രത്യേകത, ഇൻസോലുബിൾ ഇൻ വാട്ടർ. വാട്ടറിൽ ഇൻസോലുബിൾ ആണ്, ബട്ട് സോലുബിൾ ഇൻ കാർബൺ ഡൈസൾഫൈഡ്. ഇൻസോലുബിൾ ഇൻ വാട്ടർ ബട്ട് സോലുബിൾ ഇൻ കാർബൺ ഡൈസൾഫൈഡ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വൈറ്റ് ഫോസ്ഫറസിനെ പറ്റിയാണ്. വൈറ്റ് ഫോസ്ഫറസ് ഈസ് എ ട്രാൻസ്ലൂസൻറ്റ് വൈറ്റ് വാക്സി സോളിഡ്. അതായത് സെമി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു വാക്സി സോളിഡാണ് വൈറ്റ് ഫോസ്ഫറസ്. പിന്നെ അതിൻ്റെ പ്രത്യേകത, ഇറ്റ് ഈസ് പോയ്സണസ്. പോയ്സണസ് ആണ്. ഇൻസോലുബിൾ ഇൻ വാട്ടർ. വാട്ടറിൽ ഇൻസോലുബിൾ ആണ്, ബട്ട് സോലുബിൾ ഇൻ കാർബൺ ഡൈസൾഫൈഡ്. വാട്ടറിൽ ഇൻസോലുബിൾ ആണ്, കാർബൺ ഡൈസൾഫൈഡിലോ ഇത് സോലുബിൾ ആണ്. പിന്നെ ഗ്ലോസ് ഇൻ ഡാർക്ക്. കെമിലൂമിനസൻസ് കാണിക്കുന്നു. കെമിലൂമിനസൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ചെറിയ ഒരു ലൈറ്റ് അവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു, എന്നാൽ വല്ലാണ്ട് ഹീറ്റ് ഉണ്ടാവില്ല. അതിനെയാണ് നമ്മൾ കെമിലൂമിനസൻസ് എന്ന് പറയാം. അപ്പോൾ വൈറ്റ് ഫോസ്ഫറസ് എന്താണ്? ഗ്ലോസ് ഇൻ ഡാർക്ക്, ദാറ്റ് ഈസ് കെമിലൂമിനസൻസ് കാണിക്കുന്നു. പിന്നെ വൈറ്റ് ഫോസ്ഫറസിൻ്റെ പ്രത്യേകത, സോഡിയം ഹൈഡ്രോക്സൈഡിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് PH3 എന്നുള്ള കോമ്പൗണ്ട്, അതായത് ഫോസ്ഫിൻ എന്നുള്ള ഒരു കോമ്പൗണ്ട് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നു. എങ്ങനെയാണ് കിട്ടുക? നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് വൈറ്റ് ഫോസ്ഫറസ്, അതായത് P4. ഫോസ്ഫറസ് എപ്പോഴും P4 എന്നുള്ള ഫോമിലാണ് കാണാം. P4 സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യാം. പ്ലസ് 3NaOH, സോഡിയം ഹൈഡ്രോക്സൈഡ്, പ്ലസ് 3H2O. അതായത് ബോയിലിംഗ് സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ടാണ് വൈറ്റ് ഫോസ്ഫറസ് റിയാക്ട് ചെയ്യുന്നത്. ബോയിലിംഗ് സോഡിയം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ H2O ആഡ് ചെയ്തിട്ടുള്ളത്. നമുക്കവിടെ കിട്ടുന്ന പ്രോഡക്റ്റുകൾ ഏതൊക്കെയാണ്? ഒന്ന് PH3. PH3 എന്ന് പറഞ്ഞാൽ ഫോസ്ഫിൻ, PH3 പ്ലസ് ബാക്കി NaH2
പി എത്ര ഓക്സിജൻ ബാക്കി ഉണ്ടാവും? ഇവിടെ 3 6 ഓക്സിജൻ ബാക്കി ഉണ്ടാവും. അപ്പോൾ നമുക്ക് 3 കൊടുക്കുകയാണെങ്കിൽ ബാക്കി PO2 3NaH2PO2 സോഡിയം ഹൈപ്പോഫോസ്ഫൈറ്റ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. അതായത് ഫോസ്ഫറസ് സോഡിയം ഹൈഡ്രോക്സൈഡും വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ വി ഗെറ്റ് ഫോസ്ഫിൻ ആൻഡ് സോഡിയം ഹൈപ്പോഫോസ്ഫൈറ്റ് ആസ് ദ പ്രോഡക്ട്സ്. അപ്പോൾ ഫോസ്ഫിൻ്റെ പ്രിപ്പറേഷനിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഫോസ്ഫറസുമായിട്ട് ബോയിലിംഗ് ഹൈഡ്രോക്സൈഡിൻ്റെ റിയാക്ഷൻ. അവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് ഏതാണ്? ഫോസ്ഫിൻ. അതിൻ്റെ ബൈ പ്രോഡക്റ്റ് ഏതാണ്? സോഡിയം ഹൈപ്പോഫോസ്ഫേറ്റ്. ഇനി അതേപോലെ തന്നെ ഈ ഫോസ്ഫറസ് എയറുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് P4O10 ഫോസ്ഫറസ് പെൻഡോക്സൈഡ് എന്നുള്ള പ്രോഡക്റ്റ് കിട്ടും. ഫോസ്ഫറസ് റെഡിലി ക്യാച്ചസ് ഫയർ ഇൻ എയർ. എയറുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് എന്ത് ചെയ്യും? തീ പിടിക്കുന്നു. ടു ഗിവ് ഡെൻസ് ഫ്യൂംസ് ഓഫ് P4O10. എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും? വൈറ്റ് ഫോസ്ഫറസ് P4 റിയാക്ട് വിത്ത് ഓക്സിജൻ 5O2. So P4 5O2 gives P4O10. P4O10 എന്നുള്ള കോമ്പൗണ്ടിൻ്റെ ഡെൻസ് വൈറ്റ് ഫ്യൂംസ് ആണ് നമുക്ക് അവിടെ കിട്ടുക. പിന്നെ അതേപോലെ തന്നെ വൈറ്റ് ഫോസ്ഫറസ് ഈസ് ലെസ് സ്റ്റേബിൾ. സ്റ്റെബിലിറ്റി വളരെ കുറവാണ്. ആൻഡ് ഈസ് therefore more reactive than the other solid phases. ബാക്കിയുള്ള ഫോസ്ഫറസിനേക്കാളും റിയാക്ടിവിറ്റി കൂടും. സ്റ്റെബിലിറ്റി കുറവായതുകൊണ്ട് റിയാക്ടിവിറ്റി കൂടും. അങ്ങനെ റിയാക്ടിവിറ്റി കൂടാനുള്ള കാരണം ഈ P4 മോളിക്യൂളിലെ ആംഗുലാർ സ്ട്രെയിൻ വളരെ കുറവാണ്. ഓൺലി 60 ഡിഗ്രിയാണ് അവിടുത്തെ ആംഗിൾസ് ഉള്ളത്. അപ്പോൾ ആംഗുലാർ സ്ട്രെയിൻ കൂടുതലാണ്. ആംഗുലാർ സ്ട്രെയിൻ കൂടുതലായതുകൊണ്ടാണ് അത് ലെസ് സ്റ്റേബിൾ ആൻഡ് മോർ റിയാക്റ്റീവായിട്ട് മാറുക. വൈറ്റ് ഫോസ്ഫറസ് ലെസ് സ്റ്റേബിൾ ആൻഡ് ഓക്കെ. അപ്പോൾ വൈറ്റ് ഫോസ്ഫറസ് ലെസ് സ്റ്റേബിൾ ആൻഡ് മോർ റിയാക്റ്റീവ് ബിക്കോസ് ഓഫ് ആംഗുലാർ സ്ട്രെയിൻ ഓൺലി 60 ഡിഗ്രി. എങ്ങനെയാണ് നമ്മൾ വൈറ്റ് ഫോസ്ഫറസിൻ്റെ സ്ട്രക്ചർ വരയ്ക്കുക? ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. നമുക്ക് P4 എന്നാണ്. ആ സ്വാഭാവികമായിട്ടും 4 ഫോസ്ഫറസ് ഉണ്ടാകും. അവിടുത്തെ ബോണ്ട് ആംഗിൾ എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഒരു ഫോസ്ഫറസ് ഇവിടെ വരച്ചു, അടുത്തൊരു ഫോസ്ഫറസ് ഇവിടെ വരച്ചു. ദെൻ ഹിയർ 1 ഫോസ്ഫറസ്, ഹിയർ ആൾസോ 1 ഫോസ്ഫറസ്. ഇനി ഇവർ തമ്മിലുള്ള ആംഗിള് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാം. ആംഗിൾ നോക്കുമ്പോൾ ഇവിടുത്തെ ബോണ്ട് ആംഗിൾ എത്ര വരണം? 60 ഡിഗ്രി എന്ന് വരണം. ഈ രൂപത്തിലാണ് എന്ത് ചെയ്യുക? വൈറ്റ് ഫോസ്ഫറസിൻ്റെ സ്ട്രക്ചർ നമ്മൾ വരയ്ക്കാം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഡിസ്ക്രീറ്റ് ടെട്രാഹെഡ്രൽ P4 മോളിക്യൂൾ. ഡിസ്ക്രീറ്റ് ടെട്രാഹെഡ്രൽ P4 മോളിക്യൂൾ. ഓക്കെ. അപ്പോൾ വൈറ്റ് ഫോസ്ഫറസ് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഡിസ്കസ് ചെയ്യാൻ പോണത് റെഡ് ഫോസ്ഫറസ് എന്നുള്ള പാർട്ടാണ്. റെഡ് ഫോസ്ഫറസ് രണ്ടാമത്തെ അലോട്രോപ്പാണ് റെഡ് ഫോസ്ഫറസ്. റെഡ് ഫോസ്ഫറസ് ശ്രദ്ധിക്കേണ്ടത്, റെഡ് ഫോസ്ഫറസ് നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യും? ഇറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ ഹീറ്റിംഗ് വൈറ്റ് ഫോസ്ഫറസ് അറ്റ് 573 കെൽവിൻ. വൈറ്റ് ഫോസ്ഫറസിനെ 573 കെൽവിൻ അതിന് ചൂടാക്കാം. ഒരുപാട് ദിവസം ചൂടാക്കണം. 573 കെൽവിൻ ഇൻ ആൻ ഇനേർട്ട് അറ്റ്മോസ്ഫിയർ ഫോർ സെവറൽ ഡേയ്സ്. കുറേ ദിവസങ്ങൾ എന്ത് ചെയ്യുക? വൈറ്റ് ഫോസ്ഫറസിന് ഒരു 573 കെൽവിനിൽ ചൂടാക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? റെഡ് ഫോസ്ഫറസ് കിട്ടുക. അതേപോലെ തന്നെ ഇറ്റ് ഈസ് ഓർഡർലെസ് ആൻഡ് നോൺ പോയ്സണസ്. ഇതിന് പ്രത്യേകിച്ച് സ്മെല്ലൊന്നുമില്ല. ഓർഡർലെസ് ആണ്, നോൺ പോയ്സണസ്, വിഷപദാർത്ഥമല്ല. ഇറ്റ് ഈസ് ഇൻസോലുബിൾ ഇൻ വാട്ടർ ആസ് വെൽ ആസ് ഇൻ കാർബൺ ഡൈസൾഫൈഡ്. വാട്ടറിലും കാർബൺ ഡൈസൾഫൈഡിലും എന്താണ്? ഇൻസോലുബിൾ ആണ്. വാട്ടറിലും കാർബൺ ഡൈസൾഫൈഡിലും ഇൻസോലുബിൾ ആണ്.
ലെസ് റിയാക്റ്റീവ് ദാൻ വൈറ്റ് ഫോസ്ഫറസ്. വൈറ്റ് ഫോസ്ഫറസിനേക്കാളും റിയാക്ടിവിറ്റി കുറവ്. വൈറ്റ് ഫോസ്ഫറസിനേക്കാളും റിയാക്ടിവിറ്റി കുറവാണ്. ഡസ് നോട്ട് ഗ്ലോ ഇൻ ഡാർക്ക്. വൈറ്റ് ഫോസ്ഫറസിൽ നമ്മൾ പറഞ്ഞിരുന്നു കെമിലൂമിനസെൻസ് എന്നുള്ള പ്രോപ്പർട്ടി. അത് ഡാർക്ക് ആയിരിക്കുമ്പോഴെന്ത് ചെയ്യുക, ചെറിയ രൂപത്തിൽ ഇങ്ങനെ മിന്നുന്നൊരവസ്ഥ ഉണ്ടാവും. പക്ഷെ ഇവിടെ എന്തില്ല, ഡസ് നോട്ട് ഗ്ലോ ഇൻ ഡാർക്ക്. ഇവിടെ ഡാർക്കിൽ സാധാരണ അവരെന്ത് ചെയ്യാറില്ല, പ്രകാശം തരാറില്ല. ഡസ് നോട്ട് ഗ്ലോ ഇൻ ഡാർക്ക്. അപ്പോൾ നമ്മൾ റെഡ് ഫോസ്ഫറസ് നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുക, വൈറ്റ് ഫോസ്ഫറസിന് ചൂടാക്കിയിട്ടാണ് ആൾമോസ്റ്റ് 573 കെൽവിനിൽ ഫോർ സെവറൽ ഡേയ്സ് ഇൻ ആൻ ഇനേർട്ട് അറ്റ്മോസ്ഫിയർ. അങ്ങനെ ചൂടാക്കിയിട്ടാണ് നമുക്ക് എന്ത് കിട്ടുക, റെഡ് ഫോസ്ഫറസ് കിട്ടുക. ഇറ്റ് ഈസ് ഓർഡർലെസ് ആൻഡ് നോൺ പോയിസണസ്, insoluble in water as well as in carbon disulfide, less reactive than white phosphorus, does not glow in dark. ഇതെന്ത് ചെയ്യില്ല, ഡാർക്കിൽ ഗ്ലോ ചെയ്യണില്ല. പിന്നെ നമ്മൾ ഈ റെഡ് ഫോസ്ഫറസിനെ നമ്മൾ നന്നായിട്ട് ഹീറ്റ് ചെയ്യാം അണ്ടർ ഹൈ പ്രഷർ. ഓൺ ഹീറ്റിംഗ് റെഡ് ഫോസ്ഫറസ് അണ്ടർ ഹൈ പ്രഷർ എ സീരീസ് ഓഫ് ബ്ലാക്ക് ഫോസ്ഫറസ് ഈസ് ഫോംഡ്. അങ്ങനെ റെഡ് ഫോസ്ഫറസിനെ നന്നായിട്ട് ചൂടാക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, കുറേ ബ്ലാക്ക് ഫോസ്ഫറസ് നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ അതേപോലെ തന്നെ റെഡ് ഫോസ്ഫറസ് ഇറ്റ് ഈസ് പോളിമറിക്, കൺസിസ്റ്റ് ഓഫ് ചെയിൻസ് ഓഫ് P4 ടെട്രാഹെഡ്ര. P4 ടെട്രാഹെഡ്ര നമ്മൾ നേരത്തെ വരച്ചു, വൈറ്റ് ഫോസ്ഫറസിൻ്റെ കേസിൽ നമ്മൾ വരച്ചിരുന്നു. അത്തരത്തിലുള്ള P4 ടെട്രാഹെഡ്ര ഒരുപാട് കൂടി ചേർന്നിട്ട് എന്ത് ചെയ്യും, റെഡ് ഫോസ്ഫറസിൻ്റെ പോളിമർ ഫോം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഏതുപോലെയാണ് P4 ടെട്രാഹെഡ്ര ഫോം ചെയ്യുക, ഒരു P4 അല്ലേ, ഒരു ഫോസ്ഫറസ് ആയി P4. ഇനി അടുത്ത P4 ഉണ്ടാക്കാം. P4 അതേപോലെ തന്നെ നെക്സ്റ്റ് വൺ ഇതേ രൂപത്തിലുള്ള പോളിമറിക് ഫോംസ് ഉണ്ടാക്കാൻ ആർക്ക് കഴിയും, റെഡ് ഫോസ്ഫറസിന് കഴിയുന്നു. അപ്പം ഇത്രയാണ് റെഡ് ഫോസ്ഫറസുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ദെൻ നെക്സ്റ്റ് വൺ ബ്ലാക്ക് ഫോസ്ഫറസ്. റെഡ് ഫോസ്ഫറസ് കഴിഞ്ഞാൽ ആദ്യം വൈറ്റ് ഫോസ്ഫറസ് പഠിച്ചു, അതിന് ചൂടാക്കിയിട്ട് റെഡ് ഫോസ്ഫറസ് ഉണ്ടായി. ദെൻ ബ്ലാക്ക് ഫോസ്ഫറസ് ഉണ്ടാക്കലും എങ്ങനെയാണ്, റെഡ് ഫോസ്ഫറസിനെ ഹൈ പ്രഷറിൽ ഹീറ്റ് ചെയ്യുമ്പോഴാണ് ബ്ലാക്ക് ഫോസ്ഫറസ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുക. അപ്പോൾ ബ്ലാക്ക് ഫോസ്ഫറസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ബ്ലാക്ക് ഫോസ്ഫറസ് നമ്മൾ ഉണ്ടാക്കിയത് എങ്ങനെയാണ്, റെഡ് ഫോസ്ഫറസിന് അണ്ടർ ഹൈ പ്രഷർ ഹീറ്റ് ചെയ്യുക, വി ഗെറ്റ് ബ്ലാക്ക് ഫോസ്ഫറസ്. ബ്ലാക്ക് ഫോസ്ഫറസ് രണ്ട് രൂപത്തിലാണ് ഉണ്ടാവുക. ഒന്ന് ആൽഫ ബ്ലാക്ക് ഫോസ്ഫറസും മറ്റൊന്ന് ബീറ്റ ബ്ലാക്ക് ഫോസ്ഫറസും. ഒന്ന് ആൽഫ ബ്ലാക്ക് ഫോസ്ഫറസ്, ആൽഫ ബ്ലാക്ക് ഫോസ്ഫറസ്, മറ്റൊന്ന് ബീറ്റ ബ്ലാക്ക് ഫോസ്ഫറസ്. ആൽഫ ബ്ലാക്ക് ഫോസ്ഫറസും ബീറ്റ ബ്ലാക്ക് ഫോസ്ഫറസും. എന്താണ് ആൽഫ ബ്ലാക്ക് ഫോസ്ഫറസ് എന്ന് നമുക്ക് ആദ്യം നോക്കാം. ആൽഫ ബ്ലാക്ക് ഫോസ്ഫറസ് ഇറ്റ് ഈസ് ഫോംഡ് വെൻ റെഡ് ഫോസ്ഫറസ് ഈസ് ഹീറ്റഡ് ഇൻ എ സീൽഡ് ട്യൂബ് അറ്റ് 803 കെൽവിൻ. റെഡ് ഫോസ്ഫറസിന് നമ്മൾ 803 കെൽവിനിൽ ചൂടാക്കുമ്പോഴാണ് എന്ത് കിട്ടുക, ആൽഫ ബ്ലാക്ക് ഫോസ്ഫറസ് കിട്ടുക. റെഡ് ഫോസ്ഫറസിന് ഹീറ്റ് ചെയ്യുക അറ്റ് 803 കെൽവിൻ ഇൻ എ സീൽഡ് ട്യൂബ്. അപ്പോൾ നമുക്ക് കിട്ടുന്നു എന്ത്, ആൽഫ ബ്ലാക്ക് ഫോസ്ഫറസ്. ഇറ്റ് ക്യാൻ ബി സബ്ലൈംഡ് ഇൻ എയർ. ആൽഫ ബ്ലാക്ക് ഫോസ്ഫറസിൻ്റെ പ്രത്യേകത, എയറിൽ അതെന്ത് ചെയ്യും, സബ്ലിമേഷൻ നടക്കും. സബ്ലിമേഷൻ നമുക്കറിയാം, സോളിഡിൽ നിന്നും നേരിട്ട് ഗ്യാസ് സ്റ്റേറ്റിലേക്ക് പോവാം. അതേപോലെ തന്നെ ഇറ്റ് ഹാസ് ഒപ്പാക് മോണോക്ലിനിക് ഓർ റോംബോഹെഡ്രൽ ക്രിസ്റ്റൽ. ഇതിനെന്തുണ്ട്, റോംബോഹെഡ്രൽ അല്ലെങ്കിൽ മോണോക്ലിനിക് സ്ട്രക്ചർ കാണിക്കുന്നു.
ഡസ് നോട്ട് ഓക്സിഡൈസ് ഇൻ എയർ. എയറിൽ എന്ത് ചെയ്യണില്ല? ഓക്സിഡേഷൻ നടക്കണില്ല. ഇതാണ് ആൽഫ ബ്ലാക്ക് ഫോസ്ഫറസ്. അപ്പോൾ എങ്ങനെയാണ് ആൽഫ ബ്ലാക്ക് ഫോസ്ഫറസ് ഉണ്ടാക്കുക? റെഡ് ഫോസ്ഫറസിന് നമ്മൾ 803 കെൽവിനിൽ ചൂടാക്കുമ്പോഴാണ് ആൽഫ ബ്ലാക്ക് ഫോസ്ഫറസ് കിട്ടുക. ഇറ്റ് ക്യാൻ ബി സബ്ലൈംഡ് ഇൻ എയർ. എയറിൽ എന്ത് ചെയ്യുക? സബ്ലിമേഷൻ നടക്കാം. ഇറ്റ് ഹാസ് ഒപ്പാക് മോണോക്ലിനിക് ഓർ റോംബോഹെഡ്രൽ ക്രിസ്റ്റൽ. ഒപ്പാക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലൈറ്റ് തീരെ കടത്തിവിടാത്തത് അല്ലെ, നോൺ ട്രാൻസ്പെറൻ്റ് ആണ് ഒപ്പാക്ക്. അത്തരത്തിലുള്ളൊരു ക്രിസ്റ്റലാണ് എന്ത്? ആൽഫ ബ്ലാക്ക് ഫോസ്ഫറസ്. ഇറ്റ് ഡസ് നോട്ട് ഓക്സിഡൈസ് ഇൻ എയർ. എയറിൽ എന്ത് ചെയ്യണില്ല? ഓക്സിഡേഷൻ നടക്കണില്ല. ഇതാണ് ആൽഫ ബ്ലാക്ക് ഫോസ്ഫറസിൻ്റെ പ്രത്യേകതകൾ. ബീറ്റ ബ്ലാക്ക് ഫോസ്ഫറസ് എങ്ങനെയാണ് ഫോം ചെയ്യാൻ നോക്കാം. ബീറ്റ ബ്ലാക്ക് ഫോസ്ഫറസ് ഫോംഡ് ബൈ ഹീറ്റിംഗ് വൈറ്റ് ഫോസ്ഫറസ് അറ്റ് 473 കെൽവിൻ അണ്ടർ ഹൈ പ്രഷർ. വൈറ്റ് ഫോസ്ഫറസിനെ 473 കെൽവിനിൽ ചൂടാക്കിയിട്ടാണ് ബീറ്റ ബ്ലാക്ക് ഫോസ്ഫറസ് ഉണ്ടാക്കുക. വൈറ്റ് ഫോസ്ഫറസിനെ ഹീറ്റ് ചെയ്യുക അറ്റ് 473 കെൽവിൻ അണ്ടർ ഹൈ പ്രഷർ. ദെൻ ബീറ്റ ബ്ലാക്ക് ഫോസ്ഫറസ് ഈസ് ഫോംഡ്. പിന്നെ ഇറ്റ് ഡസ് നോട്ട് ബേൺ ഇൻ എയർ അപ് ടു 673 കെൽവിൻ. 673 കെൽവിൻ വരെ ഇതെന്ത് ചെയ്യൂല? ബേൺ ചെയ്യൂല. അത്രയും വലിയ ടെമ്പറേച്ചർ വരെ ഈ ബീറ്റ ബ്ലാക്ക് ഫോസ്ഫറസ് ബേണിംഗ് നടക്കണില്ല. ഇതാണ് ബീറ്റ ബ്ലാക്ക് ഫോസ്ഫറസുമായി ബന്ധപ്പെട്ട് അറിയേണ്ട പ്രധാനപ്പെട്ട 2 പോയിന്റ്. വൈറ്റ് ഫോസ്ഫറസിനെ 473 കെൽവിനിൽ ചൂടാക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ബീറ്റ ബ്ലാക്ക് ഫോസ്ഫറസ് ഫോം ചെയ്യുക. ഇറ്റ് ഡസ് നോട്ട് ബേൺ ഇൻ എയർ അപ് ടു 673 കെൽവിൻ. 673 കെൽവിൻ വരെ ഇത് എന്ത് ചെയ്യണില്ല? ബേണിംഗ് നടക്കണില്ല. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഫോസ്ഫീൻ. PH3 ഫോസ്ഫീൻ. ആദ്യം നമ്മൾ നോക്കുന്നത് ഫോസ്ഫീൻ്റെ പ്രിപ്പറേഷനാണ്. ഫോസ്ഫീനെ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ ഒരു മെത്തേഡ് ഇങ്ങനെയാണ്. കാൽഷ്യം ഫോസ്ഫൈഡിനെ വാട്ടറുമായിട്ടോ അല്ലെങ്കിൽ ആസിഡുമായിട്ടോ റിയാക്ട് ചെയ്യുക, HCl റിയാക്ട് ചെയ്യുക. കാൽഷ്യം ഫോസ്ഫൈഡ് റിയാക്ട് വിത്ത് എയ്തർ വാട്ടർ ഓർ HCl. നമുക്കൊന്ന് നോക്കാം. കാൽഷ്യം ഫോസ്ഫൈഡ് Ca3P2. കാൽഷ്യം ഫോസ്ഫൈഡ് റിയാക്ട് വിത്ത് H2O 6H2O. Ca3P2 plus 6H2O gives 3 calcium hydroxide. 3 calcium hydroxide plus 2PH3 phosphine. 2PH3. അപ്പോൾ കാൽഷ്യം ഫോസ്ഫൈഡിനെ ഹൈഡ്രോളിസിസ് നടത്തിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഫോസ്ഫീൻ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടി. പിന്നെ കാൽഷ്യം ഹൈഡ്രോക്സൈഡിൻ്റെ പ്രോഡക്റ്റും അവിടെ ഉണ്ട്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? HCl റിയാക്ട് ചെയ്ത് നോക്കാം. സോ കാൽഷ്യം ഫോസ്ഫൈഡ് പ്ലസ് 6HCl. കാൽഷ്യം ഫോസ്ഫൈഡ് പ്ലസ് 6HCl gives 3 CaCl2 കാൽഷ്യം ക്ലോറൈഡ് പ്ലസ് 2PH3 ഫോസ്ഫീൻ. 3 കാൽഷ്യം ക്ലോറൈഡ് പ്ലസ് 2PH3 ഫോസ്ഫീൻ. പിന്നെ ഇതിൻ്റെ ലബോറട്ടറി പ്രിപ്പറേഷൻ നമ്മൾ നേരത്തെ വൈറ്റ് ഫോസ്ഫറസിൻ്റെ കെമിക്കൽ റിയാക്ഷനിൽ പഠിച്ചിട്ടുണ്ട്. ബൈ ഹീറ്റിംഗ് വൈറ്റ് ഫോസ്ഫറസ് വിത്ത് കോൺസെൻട്രേറ്റഡ് സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ അല്ലേ, P4 പ്ലസ് 3NaOH പ്ലസ് 3H2O നമ്മൾ നേരത്തെ പഠിച്ചതാണ്. വൈറ്റ് ഫോസ്ഫറസിനെ ബോയിലിംഗ് സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? PH3 പ്ലസ് എന്ത് കിട്ടും? സോഡിയം ഹൈപ്പോ ഫോസ്ഫേറ്റ് NaH2PO2. ഇതിൻ്റെ പേര് സോഡിയം ഹൈപ്പോ ഫോസ്ഫേറ്റ് എന്നാണ്. അപ്പോൾ നമ്മൾ PH3 ഫോസ്ഫീൻ ഉണ്ടാക്കാൻ ഈ മെത്തേഡും ഉപയോഗിക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഫോസ്ഫീൻ പ്യുവർ ആയിട്ടാണെങ്കിൽ ഇറ്റ് ഈസ് നോൺ ഇൻഫ്ലെയിമബിൾ. പ്യുവർ ആണെങ്കിൽ ഇത് നോൺ ഇൻഫ്ലെയിമബിൾ ആണ്. ഇമ്പ്യൂരിറ്റീസ് ആർ പ്രസൻറ്റ്, ഫോസ്ഫീൻ ബിക്കം ഇൻഫ്ലെയിമബിൾ. ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ ഇൻഫ്ലെയിമബിൾ ആവും, പ്യുവർ ആണെങ്കിൽ ഇറ്റ് ഈസ് നോൺ ഇൻഫ്ലെയിമബിൾ. നമ്മളെ ഫോസ്ഫീനിൽ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെന്ന് വിചാരിക്കാം. ആ ഇമ്പ്യൂരിറ്റീസിന് നമുക്ക് എങ്ങനെ റിമൂവ് ചെയ്യാം?
ഇപ്പോൾ ഫോസ്ഫീനിൽ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ, അതായത് ഫോസ്ഫീൻ ഇതാണല്ലോ PH3, ഇപ്പോൾ ഇമ്പ്യൂർ PH3 നമ്മളെടുത്തു. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഹൈഡ്രജൻ അയഡൈഡിൽ അഡ്സോർബ് ചെയ്യാം. അതായത് ഹൈഡ്രജൻ അയഡൈഡുമായിട്ട് ഇതിന് ജസ്റ്റ് ഒന്ന് റിയാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? PH4I എന്നുള്ള കോമ്പൗണ്ട് കിട്ടും. PH4I. അതായത് ഫോസ്ഫീനിൽ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി റിമൂവ്ഡ് ബൈ ദയർ അബ്സോർപ്ഷൻ ഇൻ HI ടു ഫോം PH4I. ഈ PH4Iനെ നമ്മൾ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് KOHുമായിട്ട് റിയാക്ട് ചെയ്യുക. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് അതായത് KOHുമായിട്ട് റിയാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് പ്രോഡക്റ്റ് കിട്ടുക? ആ PH4Iനെ KOHുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കിട്ടും? KI പ്ലസ് H2O പ്ലസ് KI പ്ലസ് H2O പ്ലസ് ബാക്കി ആരാളുള്ളത്? KI പ്ലസ് H2O പ്ലസ് PH3 ഫോസ്ഫീൻ. KI പ്ലസ് H2O പ്ലസ് PH3 പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നു. അപ്പോൾ നമ്മൾ ഫോസ്ഫീൻ്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് ഫോസ്ഫീൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രോപ്പർട്ടീസ് ഓഫ് ഫോസ്ഫീൻ, PH3 ഫോസ്ഫീൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് ഇറ്റ് ഈസ് എ കളർലെസ് ഗ്യാസ് വിത്ത് റോട്ടൺ ഫിഷ് സ്മെല്ല്. കളർലെസ് ഗ്യാസ് വിത്ത് റോട്ടൺ ഫിഷ് സ്മെൽ. PH3 എന്ന് പറഞ്ഞാൽ കളർലെസ് ഗ്യാസ് വിത്ത് റോട്ടൺ ഫിഷ് സ്മെൽ. പിന്നെ ഇറ്റ് ഈസ് ഹൈലി പോയ്സണസ്. PH3 ഹൈലി പോയ്സണസ്. പിന്നെ എക്സ്പ്ലോഡ്സ് വെൻ ഇൻ കോൺടാക്ട് വിത്ത് ട്രൈസസ് ഓഫ് ഓക്സിഡൈസിങ് ഏജൻസ് സച്ച് ആസ് നൈട്രിക് ആസിഡ്, ക്ലോറിൻ, ബ്രോമിൻ വേപ്പേഴ്സ്. അതായത് ഓക്സിഡൈസിങ് ഏജൻറ്റുമായിട്ട് കോണ്ടാക്റ്റ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു? എക്സ്പ്ലോഷൻ സംഭവിക്കുന്നു. PH3 ഏതെങ്കിലും ഓക്സിഡൈസിങ് ഏജൻറ്റുമായിട്ട് കോണ്ടാക്റ്റ് വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഓക്സിഡേഷൻ സംഭവിക്കുന്നു. പിന്നെ ഇറ്റ് ഈസ് സ്ലൈറ്റ്ലി സോലുബിൾ ഇൻ വാട്ടർ. വാട്ടറിലുള്ള അതിൻ്റെ സോലുബിലിറ്റി വളരെ കുറവാണ്. ഇറ്റ് ഈസ് സ്ലൈറ്റ്ലി സോലുബിൾ ഇൻ വാട്ടർ. പിന്നെ PH3യുടെ സൊല്യൂഷൻ ഓഫ് PH3 ഇൻ വാട്ടർ ഡീകമ്പോസസ് ഇൻ പ്രസൻസ് ഓഫ് ലൈറ്റ് ടു ഗിവ് റെഡ് ഫോസ്ഫറസ്. അത് വാട്ടറിലുള്ള PH3യുടെ സൊല്യൂഷൻ അതിന് ഡീകമ്പോസിഷൻ നടക്കുക ഇൻ പ്രസൻസ് ഓഫ് ലൈറ്റ്. ലൈറ്റിൻ്റെ പ്രസൻസിൽ ഡീകമ്പോസിഷൻ നടന്നു കഴിഞ്ഞാൽ വിച്ച് ഇറ്റ് ഗീവ് റെഡ് ഫോസ്ഫറസ് ആൻഡ് ഹൈഡ്രജൻ. അവിടെ നമുക്ക് കിട്ടുന്ന എന്തൊക്കെയാണ്? റെഡ് ഫോസ്ഫറസും ഹൈഡ്രജനും കിട്ടും. പിന്നെ ഫോസ്ഫീൻ ഈസ് എ വീക്ക് ബേസ്. ഇറ്റ് ഈസ് എ വീക്ക് ബേസ്. വീക്ക് ബേസ് എന്തുകൊണ്ടായി? കാരണം ഫോസ്ഫീൻ ഏതെങ്കിലും ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ കോമ്പൗണ്ട് സാൾട്ടുകൾ ഫോം ചെയ്യുന്നു. സാൾട്ട് ഫോം ചെയ്യണമെങ്കിൽ ഫോസ്ഫീൻ എന്തായിരിക്കണം? വീക്ക് ബേസ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. ഫോസ്ഫീൻ PH3 ഒരു ആസിഡായ HBrമായിട്ട് കൂടിച്ചേരാം. HBrമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്ന കോമ്പൗണ്ട് PH4Br. എന്താ കിട്ടുക? ഫോസ്ഫോറിയം കോമ്പൗണ്ടാണ് ഫോം ചെയ്യുക. ഫോസ്ഫോറിയം ബ്രോമൈഡ് PH4Br. അപ്പോൾ ആസിഡുമായിട്ട് എന്ത് ചെയ്യുന്നു? PH3 കമ്പൈൻ ചെയ്ത് കോമ്പൗണ്ട് ഉണ്ടാക്കുന്നു. സോ PH3 ഈസ് എ വീക്ക് ബേസ്. പിന്നെ അതേപോലെ തന്നെ ഫോസ്ഫൈഡ്സ് ആർ ഫോംഡ്. ഫോസ്ഫൈഡുകൾ ഫോം ചെയ്യാം എപ്പോൾ? വെൻ അബ്സോർബ്ഡ് ഇൻ കോപ്പർ സൾഫേറ്റ് ഓർ മെർക്കുറസ് ക്ലോറൈഡ് സൊല്യൂഷൻ. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലോ മെർക്കുറസ് ക്ലോറൈഡ് HgCl2 സൊല്യൂഷനുമായിട്ടൊക്കെ PH3 റിയാക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ഫോസ്ഫൈഡുകളാണ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുക. ഏതൊക്കെയാണ് നോക്കാം. നമുക്ക് ആദ്യം കോപ്പർ സൾഫേറ്റുമായിട്ടുള്ള റിയാക്ഷൻ നോക്കാം. 3CuSO4 കോപ്പർ സൾഫേറ്റ് പ്ലസ് 2PH3 ഫോസ്ഫീൻ. 2PH3 gives Cu3P2 copper phosphide plus
3H2SO4. 3H2SO4. അപ്പോൾ കോപ്പർ സൾഫേറ്റുമായിട്ട് ഫോസ്ഫീൻ റിയാക്ട് ചെയ്തപ്പോൾ നമുക്ക് കോപ്പറിൻ്റെ ഫോസ്ഫൈഡ് കിട്ടി. ഫോസ്ഫൈഡ്സ് ആർ ഫോംഡ്. സിമിലർലി 3HgCl2 മെർക്കുറസ് ക്ലോറൈഡുമായിട്ട് ഫോസ്ഫീൻ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുക? പ്ലസ് 2PH3. ഫോസ്ഫീൻ റിയാക്ട് വിത്ത് HgCl2 മെർക്കുറസ് ക്ലോറൈഡ്. എന്താണ് പ്രോഡക്റ്റ്? Hg3P2. മെർക്കുറസ് ഫോസ്ഫൈഡ് കിട്ടും. Hg3P2 പ്ലസ് 6HCl പ്ലസ് 6HCl. അപ്പോൾ മെർക്കുറസ് ഫോസ്ഫൈഡും ഹൈഡ്രോക്ലോറിക് ആസിഡും പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. ശ്രദ്ധിക്കേണ്ട എത്രയാണ്? ഫോസ്ഫീൻ റിയാക്ട് വിത്ത് കോപ്പർ സൾഫേറ്റ് ഓർ മെർക്കുറസ് ക്ലോറൈഡ് സൊല്യൂഷൻ, വി ഗെറ്റ് ഫോസ്ഫൈഡ് ആസ് ദി പ്രോഡക്റ്റ്. പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുക എന്താണ്? ഫോസ്ഫൈഡ് ആണ് കിട്ടുക.